ഇന്ത്യൻ കലാലോകത്ത് നിന്ന് വീണ്ടും ഒരു ദുഃഖവാർത്ത. സാധാരണക്കാരുടെ പാട്ടുകളെ ലോകത്തിൻ്റെ വലിയ വേദികളിലേക്ക് എത്തിച്ച വിസ്മയ ഗായിക തീജൻ ഭായ് വിടവാങ്ങി. 70 വയസ്സായിരുന്നു പ്രായം. ഛത്തീസ്ഗഡിൻ്റെ മണ്ണിൽ നിന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച ആ അസാധാരണ കലാകാരിയുടെ വേർപാടിൽ നടുങ്ങിയിരിക്കുകയാണ് ആരാധകരും കലാലോകവും. തീജൻ ഭായ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക അവരുടെ അസാധാരണമായ ആലാപന ശൈലിയാണ്. ഛത്തീസ്ഗഡിലെ പരമ്പരാഗത നാടോടി കഥാപ്രസംഗ രൂപമായ പാണ്ഡവാനിയെ ജനകീയമാക്കിയ വ്യക്തിയാണവർ. മഹാഭാരത കഥകൾ സ്വന്തം ശൈലിയിൽ പാടിയും പറഞ്ഞും ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കലാരൂപമാണിത്. പുരുഷന്മാർ മാത്രം കുത്തകയാക്കി വെച്ചിരുന്ന ഒരു കലാരംഗത്തേക്കാണ് തീജൻ ഭായ് എന്ന ധീരയായ സ്ത്രീ കടന്നു വന്നതും അതിനെ സ്വന്തം പേരിൽ അടയാളപ്പെടുത്തിയതും. അതിർത്തികൾ ഭേദിച്ചതായിരുന്നു തീജൻ ഭായിയുടെ കലാജീവിതം. ഛത്തീസ്ഗഡിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് ലണ്ടൻ, പാരീസ്, ന്യൂയോർക്ക് തുടങ്ങിയ ലോകത്തെ വലിയ നഗരങ്ങളിലെ വേദികളിലേക്ക് തീജൻ ഭായിക്ക് ക്ഷണം ലഭിച്ചു. ഇന്ത്യയുടെ തനത് നാടോടി സംസ്കാരത്തെ ആഗോളതലത്തിൽ ഇത്രയധികം പ്രശസ്തമാക്കിയ മറ്റൊരു ഗായിക അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. രാജ്യം വലിയ ആദരവുകളോടെയാണ് ഈ പ്രതിഭയെ നെഞ്ചിലേറ്റിയത്. രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതികളായ പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ നൽകി രാജ്യം അവരെ ആദരിച്ചു. ഇതുകൂടാതെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങൾ തീജൻ ഭായിയെ തേടിയെത്തിയിട്ടുണ്ട്. സാംസ്കാരിക ലോകത്തെ പ്രമുഖർക്കും വിദേശ പ്രതിനിധികൾക്കും മുന്നിൽ ഭാരതത്തിൻ്റെ പെരുമ ഉയർത്തിപ്പിടിച്ച താരം കൂടിയായിരുന്നു അവർ. തീജൻ ഭായിയുടെ വേർപാട് ഇന്ത്യൻ സംഗീത ലോകത്തിനും നാടോടി കലകൾക്കും നികത്താനാവാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ്. തലമുറകൾക്ക് പ്രചോദനമായ വലിയ ശബ്ദത്തിന്, ആ തനത് ശൈലിക്ക് മുന്നിൽ കലാലോകം കണ്ണീരോടെ പ്രണാമം അർപ്പിക്കുന്നു. പ്രിയ കലാകാരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.